ഹായ് ഹലോ, ബിഗ് ബോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് അനുമോളുടെ ഒരു പെർഫെക്റ്റ് നാടകം അവിടെ പൊളിച്ചടിക്കുന്നതിനെ കുറിച്ചാണ്. എലിമിനേഷൻ ആയിരുന്നു. അപ്പോൾ എവിക്ഷൻ വീക്കിൽ കാര്യങ്ങളും ലാലേട്ടൻ വന്നു സംസാരിച്ചു. എവിക്ട് നമ്മുടെ രഞ്ജിത്ത് പുറത്തു പോയതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനുമോൾ അവിടെ ഇരുന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഞാനും ലൈവ് കണ്ട സമയത്ത് കണ്ടതാണ്. അനുമോള് ചുറ്റും ആദില നൂറ അവനെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. ആ സമയത്ത് അക്ബറിനെ കുറിച്ച് എനിക്ക് അക്ബറിനെ ഇഷ്ടമല്ല, അക്ബർ ഖാൻ ഇഷ്ടമല്ല, പുള്ളിയുടെ നോട്ടമൊന്നും ശരിയല്ല. അത് എന്ത് അർത്ഥത്തിലാണ് പറയുന്നതെന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകനും മനസ്സിലാവുന്നുണ്ട്. എന്തർത്ഥത്തിലാണ് പുള്ളിയുടെ ആ നോട്ടമൊന്നും എനിക്ക് ശരിയല്ല. അപ്പൊ അത് എല്ലാരും കാണുന്നു എന്നുള്ളത് ആ ഒരു ബോധം ഞാൻ പറഞ്ഞില്ലേ, 24 മണിക്കൂർ ക്യാമറയുടെ സർവൈലൻസിലാണെങ്കിൽ പോലും പലപ്പോഴും നമ്മളത് മറക്കും. നമ്മൾ ഒരിക്കലും ക്യാമറ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിജിലന്റ് ആയിട്ട് ഇരിക്കില്ല. അവരുടെ ഷോൾഡറിൽ തന്നെ മൈക്ക് കിടപ്പുണ്ട്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആണ്, മൈക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, ക്യാമറാസ് ഉണ്ട്. അപ്പം എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് പാല് കുടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവിടെ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ട് രേണുസുതി കഴിഞ്ഞാൽ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ട് ഫേക്ക് കളി കളിക്കുന്ന ആൾ അനുമോളാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് കരച്ചില് അങ്ങനെയുള്ള സ്ട്രാറ്റജി ഒക്കെ എടുത്തിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, അക്ബറിന്റെ നോട്ടമൊന്നും ശരിയല്ല. അപ്പം കൂടെയുള്ളവർ ചോദിക്കുന്നത് ഇൻ ദ സെൻസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് അവർ ഉദ്ദേശിക്കുന്നത് മറ്റൊരു തങ്ങളുടെ ശരീരത്തോട് നോക്കുന്ന നോട്ടം ശരിയല്ല എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ലാലേട്ടൻ വന്ന സമയത്ത് ഈ ഒരു കാര്യം അവിടെ സംസാരിച്ചു. അനുമോൾ എന്തോ കാര്യം പറഞ്ഞിരുന്നു, അക്ബറിന്റെ കുറിച്ച് എന്തോ ഒരു കാര്യം എന്തോ പറഞ്ഞിരുന്നല്ലോ, നോട്ടം ശരിയില്ല എന്ന്. പക്ഷെ പുള്ളിക്കാരി അതിന് സാർ അതല്ല, എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ കുറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ലാലേട്ടൻ വീണ്ടും പറയുന്നത് പുള്ളിക്കാരെ അങ്ങനെ പുള്ളിയെ മണ്ടനാക്കാന്ന് ഇവിടെ ആരും വിചാരിക്കേണ്ട. അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഈ ഷോ ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിക്ക് അറിയാം എന്ത് സംസാരിക്കണം, എങ്ങനെ ഇതിനെക്കുറിച്ച് ഡീൽ ചെയ്യണം എന്ന് പുള്ളിക്ക് അറിയാം. പുള്ളി ഉടനെ തന്നെ പറഞ്ഞു അതല്ലല്ലോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, വേറെ ഇല്ല ലാലേട്ട അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ലാലേട്ടൻ പറഞ്ഞു അപ്പൊ ഞാൻ കള്ളം പറഞ്ഞതായിട്ടാവൂലേ, അപ്പൊ വേണ്ട നമുക്ക് ആ സംശയം മാറ്റിക്കണം, വീഡിയോ കാണാം. വീഡിയോ പ്ലേ ചെയ്തു. അപ്പൊ സെയിം വീഡിയോ, പുള്ളിയുടെ നോട്ടം ശരിയല്ല എന്നുള്ള രീതി പറയുന്നത്. പിന്നെ അനുമോൾ അതിനെ ഉൾട്ടടിക്കുന്നുണ്ട്. അത് ലാലേട്ട പുള്ളി എന്നെ രൂക്ഷമായിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്, എൻ്റെ അടുത്ത് വൈരാഗ്യമുള്ളവരെയാണ് നോക്കുന്നത്. ആ നോട്ടം എന്ന് മാറ്റി അതിനെ ഉൾട്ടടിച്ച് അങ്ങനെ മാറ്റി. അപ്പം അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ അത് ശരി, ലാലേട്ടന് മനസ്സിലായ അതല്ല കാര്യമെന്ന്. എങ്കിലും പിന്നെ അത് ഒരു കോൺട്രവേഴ്സറി ആക്കണ്ടെന്ന രീതിയിൽ അപ്പൊ അത് നിങ്ങളോട് പറഞ്ഞാലേ അറിയുള്ളൂ നിങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ അവരെങ്ങനെ അറിയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അക്ബറിന് കാര്യം മനസ്സിലായി, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അക്ബർ ഉടനെ തന്നെ പറഞ്ഞു അത്രയും ഗതികേട് എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. എന്തായാലും അക്ബർ അത് അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു മറുപടിയായിരുന്നു. പിന്നെ വിക്ഷനിലുള്ള നടന്ന കാര്യം വെച്ചാൽ അനീഷിനെ കുറിച്ച് ഒരു ലോഡ് പരാതി പറയാൻ ഇങ്ങനെ കാത്തിരുന്ന ഒരാളാണ് നമ്മുടെ അപ്പാനി ശരത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ പ്രാവശ്യം ലാലേട്ടൻ ഇതിനെ കുറിച്ച് എല്ലാം പറയും, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ വന്ന് ലാലേട്ടൻ വന്നതും അവന്റെ അവസരത്തിന് വേണ്ടി കൈ ഉയർത്തുകയാണ്. എനിക്ക് പറയാനുള്ള അവനിലേക്ക് എത്തി. അപ്പൊ ശരത്ത് എണീറ്റ് പറഞ്ഞു തുടങ്ങി. പക്ഷെ പറഞ്ഞ ഓരോന്നിനും ഉരുളയ്ക്ക് ഉപ്പേരി കണക്ക് തിരിച്ച് മറുപടി ലാലേട്ടൻ കൊടുത്തു. അത് പുള്ളിയുടെ അടുത്ത് ശരത്ത് പറഞ്ഞൊരു പരാതിയാണ്. അനീഷിനെ കുറിച്ച് നമ്മളെ പരാതി പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനീഷിനെ കുറിച്ച് മാത്രം ഒരു ബോക്സിൽ മാറ്റി പരാതികൾ കംപ്ലൈന്റ്സ് എഗെയിൻസ്റ്റ് അനീഷ് എന്നും കംപ്ലൈന്റ്സ് എഗെയിൻസ്റ്റ് അതേഴ്സ് എന്നും 2 പെട്ടികൾ വെച്ചിട്ടുണ്ട്. അത്രയധികം പരാതികൾ അനീഷിനെ കുറിച്ച് പറഞ്ഞ് ഒബിയസ്ലി അനീഷിനെ കുറിച്ച് പറയും, കാരണം അനീഷ് അത്ര രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ അനീഷ് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിക്ക് കുറേയധികം കാര്യങ്ങൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടി, അതായത് ലാലേട്ടൻ വന്ന സമയത്ത് പല കാര്യങ്ങൾ പുള്ളിക്ക് പഠിക്കാൻ പറ്റി. പ്രേക്ഷകരെയൊക്കെ പുള്ളി ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പേഴ്സണലി അറിയുന്നവരും പലതും നമ്മൾ കമന്റിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഹൈദരാബാദ് വെച്ച് അറിയാവുന്ന ആൾക്കാർ ഇതിനകത്ത് കമന്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ആളാണ്. എനിക്കും അദ്ദേഹത്തിനെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഭയങ്കര ക്ലെവർ ആണ്, നല്ല ഇന്റലിജന്റ് ആയിട്ട് പ്ലെയർ ആണ്. ഇറിറ്റേഷനൊക്കെ പുള്ളിയുടെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളാണ്. അപ്പം ശരത്ത് പറഞ്ഞൊരു പരാതിയാണ്, പുള്ളിയുടെ അടുത്ത് നിന്ന് നമ്മൾ ആഹാരം കഴിച്ചു എന്ന് വെച്ചാൽ അതിന് പറയുന്ന മറുപടി ഞാൻ കഴിച്ചു ഇല്ലെന്ന് തിരക്കാൻ നീ ആരാന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്ക് അത് ഇഷ്ടമല്ല എന്നാണ്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരാൾക്ക് അത് തങ്ങളോട് മറ്റൊരാൾ മിങ്കിൾ ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? അയാൾക്ക് ഇഷ്ടമല്ല. അപ്പൊ അനീഷിന്റെ അടുത്ത് ചോദിച്ചു, അനീഷ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് നിങ്ങളെല്ലാം നികൃഷ്ട ജീവികളാണെന്ന്. അല്ല, അത് മറ്റൊരാൾ പറഞ്ഞു, ഞങ്ങളെല്ലാം അത് അഭിലാഷാണ് പറഞ്ഞത്, ഞങ്ങളെല്ലാം നികൃഷ്ട ജീവികളാണ്, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു യാതൊരു ബന്ധവും കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ വീട്ടിലോട്ടോ നാട്ടിലോട്ടോ നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞു എന്ന് അഭിലാഷ് പറഞ്ഞു. ആ ഒരു പരാതി മാത്രമേ എനിക്ക് അനീഷിനോടുള്ളൂ, അല്ലെങ്കിൽ പുള്ളി നല്ല മനുഷ്യനാണെന്ന് അഭിലാഷ് പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ അതിനൊരു ചോദ്യം ചോദിച്ചു, അതെന്താണ് അനീഷ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നാട്ടിലോട്ടും നിങ്ങളെ നാട്ടുകാരൊക്കെ നല്ല നാട്ടുകാരെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ല, അതൊരു തമാശ രൂപത്തിൽ പറഞ്ഞാണോ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അനീഷ് മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ ലാലേട്ടനും ഉപയോഗിച്ച് തന്നെ പറഞ്ഞു, ഞാനത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്, എനിക്കത് ഇഷ്ടമല്ല. കാരണം ഇവിടെ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരും മിങ്കിൾ ചെയ്യുന്നത്. എന്നെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം, എന്നെ കുറിച്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ
പറഞ്ഞിട്ടാണല്ലോ എന്നെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ മിങ്കിൾ ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്നെ കുറിച്ച് ഇവരിങ്ങനെ അറിയുക എന്ന് ചോദിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആണ്. എന്തായാലും അനീഷിനെ ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഫയർ ചെയ്യുമെന്നാണ് ശരത്തൊക്കെ പ്രതീക്ഷിച്ചത്. വരും എപ്പിസോഡുകളിൽ ഉണ്ടാവാം, ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ അത് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അവരുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഇപ്പം ലാലേട്ടൻ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടാണ് സംസാരിച്ചത് അനീഷിനെ. അതൊരിക്കലും സപ്പോർട്ടീവ് ആയി എന്നുള്ള രീതിയിലല്ല, പുള്ളി ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന രീതിയിലാണ്. പുള്ളി അങ്ങനെയാണല്ലോ. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത്, ഇവിടെ നിങ്ങൾ ആരും സന്തോഷത്തോടെ മുണ്ടുറങ്ങാൻ വന്നവരല്ലല്ലോ, നിങ്ങൾ കോമ്പറ്റീഷൻ, നിങ്ങൾ മത്സരാർത്ഥികളാണ്, ഒരാൾക്കെതിരെ മറ്റൊരാൾ മത്സരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭവമല്ലേ ചെയ്യേണ്ടത്. ഇതാണ് ഞാനും കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ വീഡിയോയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മത്സരിക്കാനാണെന്ന്, മത്സര ബുദ്ധിയോടുകൂടി നിൽക്കണവനെ അവിടെ അവസാനം വരെ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ സിമ്പതിയും സഹതാപവും മറ്റേ കൂട്ടുകെട്ടൊക്കെ ആണെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് പൊളിയുന്ന സമയത്ത് നിങ്ങളെ പ്രേക്ഷകർ തന്നെ കൈവിടും. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ കണ്ടസ്റ്റൻസ് കാണുന്നില്ലെങ്കിൽ പോലും കണ്ടസ്റ്റൻസിനോടായിട്ട് എന്റെ പറച്ചിലാണ്. അപ്പൊ ഇവരെ എല്ലാരെയും വിലയിരുത്തുന്നുണ്ട് പ്രേക്ഷകർ, നിങ്ങൾ എല്ലാരെയും ക്യാമറയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ എല്ലാവരും വിലയിരുത്തുന്നുണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതനുസരിച്ചേ ഇടുള്ളൂ. പിന്നെ ഈ പ്രേക്ഷക വോട്ട് എന്നുള്ളത് എനിക്ക് അതിൽ വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും വരുന്നില്ല. വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പുറത്ത് കളയുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നല്ല അവർക്ക് റീച്ച് കിട്ടാവുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ള കണ്ടസ്റ്റൻസിനെ അവരവിടെ നിർത്തുന്നുണ്ട്. അല്ലാത്തവരെയാണ് അവരെടുത്ത് പുറത്ത് കളയുക എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ചിലപ്പോൾ വോട്ടിന്റെ കൗണ്ടോ കാര്യങ്ങളോ നമ്മളെ കാണിക്കുന്നില്ല. ഇനി അതാ കാണിച്ചാൽ തന്നെ അത് സത്യമാണെന്ന് നമുക്കറിയില്ല. അതെല്ലാം അവരുടെ കയ്യിലുള്ളതാണ്, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നമുക്ക് വോട്ടിടാനുള്ള ഓപ്ഷൻ നമുക്ക് വോട്ടിടാം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് ആദില നൂറ വിഷയം നമ്മുടെ അനീഷ് എടുത്തിടുന്നുണ്ട്. അനീഷ് ആദില നൂറയുടെ കാര്യങ്ങൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, മുമ്പ് കാണിച്ചോ ലൈവിൽ കേട്ടോ കാണിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ബിഗ് ബോസ് ലാലേട്ടൻ വന്ന സമയത്ത് ആ വീഡിയോ പ്ലേ ചെയ്യാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അനീഷ് ആദില നൂറയുടെ അടുത്ത് നിങ്ങളെ വീട്ടുകാരായിട്ട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അവർക്ക് അത് പേഴ്സണലി അത് അവരുടെ പേഴ്സണൽ ലൈഫിന്റെ കാര്യമാണ് അത്. അപ്പൊ അവര് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണ്, ഇത് ആദ്യമേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് ഒരുവിധപ്പെട്ട ഫാമിലീസ് ആരും അക്സെപ്റ്റ് ചെയ്യാത്തതാണ്. നമ്മളിത് എത്ര പുരോഗമനമൊക്കെ പറഞ്ഞാലും, നാട് മാറിയെന്നൊക്കെ പറഞ്ഞാലും പല ആൾക്കാർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അവരെയൊന്നും നമുക്ക് തിരുത്താനോ അവരെ മനസ്സിലാക്കിപ്പിക്കാനോ നമുക്ക് കഴിയില്ല. മനസ്സിലാക്കിയാൽ നന്നായിരിക്കും, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. പക്ഷെ ഇതൊക്കെ അവർ മനസ്സിലാക്കില്ല എന്നുള്ള കാര്യം നമുക്കൊന്ന് അവരെ നിർബന്ധിക്കാനോ അവരെ ഇഞ്ചക്ട് ചെയ്യാനോ ഇതൊന്നും പറ്റത്തില്ല. അപ്പൊ ആ കാര്യം പറഞ്ഞിട്ട് അനീഷ് ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അനീഷ് ചിന്തിട്ട് പറഞ്ഞു, നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യണം. അനീഷ് അറിയില്ല ഇവർ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും, ഇത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് അവർക്ക് കിട്ടിയ അതില് പറയുന്നുണ്ട്, എന്റെ വാപ്പയുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല, ഉമ്മയും സൗകര്യമൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അവരെ എനിക്ക് വേണം. അതുപോലെ നൂറയ്ക്ക് അവളുടെ ഉമ്മയായിട്ട് സഹകരിച്ചു പോകാൻ പറ്റത്തില്ല, ബാക്കി എല്ലാവരെയും അവർക്ക് വേണം. അപ്പം ആ ഒരാളെങ്കിലും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു, അത് എത്രത്തോളം അവര് ചിലപ്പോൾ അവർക്ക് അതിന്റെ പേരിൽ വളരെ വേദനകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അത് അനീഷിന് അറിയില്ല. അതറിയാതെ അനീഷ് അവര് നിങ്ങൾ വീട്ടുകാരായിട്ട് സംസാരിക്കുന്ന അത് പുറത്തുനിന്ന് പറയുന്ന ഒരാൾക്ക് ഈസിയാണ്. അപ്പൊ ഈ ഒരു വിഷയം അവിടെ വന്നപ്പം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് നമ്മുടെ ആദില, നല്ല രീതിയിൽ കരയുന്നുണ്ട്. അപ്പോ ലാലേട്ടൻ ഈ സംസാരിക്കുന്നു, ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് എന്തിനും നിങ്ങൾ ഒപ്പീനിയൻ പറയുന്നത്. ഇപ്പം അനീഷ് ഒരു ഡിവോഴ്സിയാണ്, അദ്ദേഹത്തിന് വിവാഹമോചനം കഴിഞ്ഞാണ്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് വിവാഹമോചനത്തിനെ കുറിച്ച് അവിടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുകയും അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാം, നമുക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടമാവോ? അപ്പൊ അനീഷിന് ആ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ അവർ അവകാശപ്പെടുമ്പോൾ അത് പറഞ്ഞിട്ടില്ല എന്ന് ഉറച്ചു തന്നെ അനീഷ് നിൽക്കുന്നുണ്ട്. അതിൽ നമ്മൾ എപ്പിസോഡ് കണ്ടിട്ടില്ല അനീഷ് എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. ആ ഒരു പോർഷൻ ബിഗ് ബോസ് കാണിച്ചത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഈ എപ്പിസോഡെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ പോയതിനു ശേഷം ആദില നൂറയുടെ അടുത്ത് നിന്ന് അനീഷ് സംസാരിക്കുന്നത് വളരെ കൂളായിട്ടിരുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവര് തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ അവിടെ പാച്ചപ്പായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവ് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇനി എന്താണ് ഈ വീക്കിൽ നടക്കാൻ പോകുന്നത്, വൈൽഡ് കാർഡ് എൻട്രി എന്താണെന്നുള്ളത്. ഇതിനിടയ്ക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു, ഒരു റോബോഡോഗിനെ കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇനി ഹൗസിനുള്ളിൽ ഉണ്ടാവും, അപ്പൊ അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് എന്നെ അറിയിക്കും. വളരെ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു ഒറിജിനൽ നായ്ക്കുട്ടിയെ പോലെ റിയാക്ട് ചെയ്യുന്ന ഒരു റോബോ ഡോഗാണ്. ഇപ്പൊ അത്തരം റോബോ ഡോഗുകൾ സ്കൂളുകളിൽ വരെ കുട്ടികൾക്ക് കൗതുകകരമായിട്ട് ആൾക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് എല്ലാം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സമൂഹങ്ങളൊക്കെ വളരെ രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട് ടെക്നോളജിക്ക്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും നമ്മുടെ ഉത്തരങ്ങൾക്കും റിയാക്ട് ചെയ്യുന്ന റോബോട്ട്സ് ഇപ്പം നിലവിലുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള റോബോ ഡോഗാണ്. അപ്പൊ റോബോ ഡോഗിന് ഒരു പേര് നിർദ്ദേശിക്കാനായിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാനും നിർദ്ദേശിച്ചു ഒരു പേര്, അക്കോസേട്ടന്റെ ഉണ്ണിക്കുട്ടൻ എന്നുള്ള ഒരു പേര്. അപ്പം അതിലൊരു പേര് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്ത് പേരാണ് അതിനകത്ത് ലാലേട്ടൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. അറിയില്ല, അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് അറിയാൻ പറ്റുള്ളായിരിക്കും. ഇനി ആ ഡോഗൊക്കെ ഇനി ഈ ലൈവിനകത്ത് നമുക്ക് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത്
അപ്പൊ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വിശേഷം. ഈ 2 ദിവസം ലൈവ് ഉണ്ടായിരുന്നില്ല. ഈ ലാലേട്ടൻ്റെ എപ്പിസോഡുള്ള ദിവസങ്ങളിൽ ലൈവ് ഉണ്ടാവില്ല, റിപ്പീറ്റഡ് കണ്ടന്റ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നാളെ മുതൽ ഈ നിമിഷം മുതൽ ലൈവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇവരുടെ പ്ലേ ഒക്കെ. അപ്പൊ ഇതിനകത്ത് കുറച്ച് കമന്റ്സ് നമ്മൾ റെഗുലർലി നമ്മൾ കമന്റ്സ് നോക്കാറുണ്ട്. ഹോട്ട്സ്റ്റാറിലെ കുറച്ച് കമന്റ്സുകൾ നമ്മൾ നോക്കാറുണ്ട്. അപ്പം നമുക്ക് വായിച്ചു നോക്കാം ഓരോരുത്തരത്. ഒരാൾ കമന്റ് ഇട്ടൊക്കെയാണ് പഴയ എപ്പിസോഡ് അല്ലേ പോകുന്നത് അതാവുന്നു. പഴയ എപ്പിസോഡൊക്കെ പോയാൽ ഇപ്പൊ ലൈവ് വന്നിട്ടുണ്ട്, നിങ്ങളിത് കാണാൻ അടുത്ത ഇത് സൺഡേ ലൈവ് അല്ല. നമുക്ക് ദിവസങ്ങളുടെ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പലരും വിചാരിക്കുന്നുണ്ട് പെർഫെക്റ്റ് ലൈവ് ആണെന്നുള്ള, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ഡിഫേർഡ് ലൈവ് ആണ്. ഒരു ദിവസം മുന്നേ ഉള്ള കാഴ്ചകളായിരിക്കും, ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും, ഒന്നും അറിയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. കാരണം ഇവരിപ്പോൾ കാണിക്കുന്ന ഡ്രസ്സിലായിരിക്കില്ല പിന്നെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് നമ്മൾ ഇതിൽ കാണുമ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അവര് അത് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. എന്തായാലും ഈ 24 മണിക്കൂറോടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ കാണിക്കാൻ ഒരു നിർവാഹവും ഇല്ല. അപ്പൊ അനീഷ് ചേട്ടൻ ലവ് ഒക്കെ കുറെ പേര് ഇങ്ങനെ ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ അനീഷിനോട് എനിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ ഒനിയിലൊക്കെ ഇനി നല്ല ആക്റ്റീവ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നെവിൻ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നെവിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. ഷാനവാസാണ് അടുത്ത ക്യാപ്റ്റൻ. ഷാനവാസ് എങ്ങനെയാണ് ക്യാപ്റ്റൻസി ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ വേറെ അതിൽ ആക്റ്റീവായിട്ട് വരാൻ ചാൻസ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അതില നൂറയൊക്കെ ഓൾറെഡി ആക്റ്റീവ് ആണ്, ചില സമയങ്ങളിൽ ഡൗൺ ആയിരിക്കുമെങ്കിൽ പോലും. പിന്നെ ബാക്കിയുള്ളവർ കുറെ പേര്. ബിൻസി ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്, ബിൻസി ആക്റ്റീവ് ആണ്. റെന ഫാത്തിമ ഒരു കൊച്ചുകുട്ടിയാണ്, ഭയങ്കര രസമാണ് റെന ഫാത്തിമ. ഡോക്ടർ ബിന്നി ഓൾവേസ് ആക്റ്റീവ് ആണ്. അഭിലാഷ് ഇപ്പൊ ഓക്കെയാണ്. പനിശരത്ത് ഓൾവേസ് ഓവർ ഡയലോഗാണ്. ഇനി എന്ത് മാറ്റം വരുമെന്ന് നമുക്ക് നോക്കാം. അനീഷിനെതിരെ ലാലേട്ടൻ വരുമ്പം തകർത്തടിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന പുള്ളിയുടെ പ്രതീക്ഷ എല്ലാം പാടെ തെറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അനീഷ് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അവിടെ കളിക്കുന്നതെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. ആര്യൻ കുറച്ച് സൈലന്റ് ആണ് ഇപ്പോൾ, അറിയില്ല ആര്യൻ ഇനി എങ്ങനെ വരും എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം. അനീഷ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആണെങ്കിൽ പുള്ളിക്ക് അത് സ്ട്രാറ്റജി എന്നല്ല, പുള്ളി അങ്ങനെയാണ്. പുള്ളിക്ക് ഒറ്റയ്ക്ക് കളിക്കാനാണ് താല്പര്യം, ആരോടെ കൂടെ മിങ്കിൾ ചെയ്യാൻ പുള്ളിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അനീഷൊക്കെ ഒടുക്കം വരെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ടൈം ബിഗ് ബോസ് എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന കാണുന്നത്. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ലാലേട്ടൻ വന്നിട്ട് പോയതിന്റെ എഫക്റ്റ് ആയിരിക്കും. കുറച്ചൊക്കെ എല്ലാവരും ഭയങ്കര മസിൽ പിടിച്ച് നിന്നവരൊക്കെ കുറച്ച് ലൂസായിട്ടുണ്ട്. എസ്പെഷ്യലി അനീഷ് കുറച്ച് അറ്റാച്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. വൈൽഡ് കാർഡ് എൻട്രി വേറെ എന്തെങ്കിലും വന്നെങ്കിൽ നമുക്ക് രസം ഉണ്ടായിരുന്നു പറയാനായിട്ടൊക്കെ. അതുപോലെ ജിസേല് നല്ല രസമാണ്. ജിസേലിന് മലയാളിയാണ് ജിസേല്, പക്ഷെ ജിസേലിന്റെ മലയാളം കേൾക്കുമ്പോൾ അറിയാമല്ലോ, ഒരു പ്രോപ്പർ മല്ലുവിന്റെ സംസാരം അല്ല. അപ്പൊ ജിസേലിന്റെ മലയാളം നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കുക. നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരി. നമുക്ക് ആ മലയാളം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത്. പുള്ളിക്കാരി നല്ല ഫാക്ട്, നല്ല പോയിന്റുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ചില വേർഡുകൾ പുള്ളിക്കാരിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതിന് പകരം പറയുന്ന വേർഡുകൾ ഭയങ്കര രസകരമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അത് നല്ല രസമുണ്ട്. ജിസേൽ നല്ലൊരു കണ്ടസ്റ്റന്റ് കൂടിയാണ്, തീർച്ചയായിട്ടും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് ഇപ്പൊ അവിടെ നിൽക്കുന്നതിൽ ഇപ്പോഴും നിലവിൽ എന്റെ അഭിപ്രായത്തിൽ വേസ്റ്റ് കണ്ടസ്റ്റന്റ് ഞാൻ അങ്ങനെ ഉള്ളൂ. വേസ്റ്റ് ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ്, വെറുതെ ഫുഡ് അടിക്കാനും ചുമ്മാ വളവള ഡയലോഗ് അടിക്കാനും നടക്കുന്ന ഒരാളാണ് രേണു സുധി. രണ്ടാമത് ശൈത്യക്ക് ഇനി എങ്ങനെ മാറും എന്നെനിക്കറിയില്ല. പിന്നെ ഷാരിക KB ആ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോഴേക്ക് ആ രീതിയിലൊക്കെ സംസാരമുണ്ട്. എല്ലാവരും പറയുന്നത് ഭയങ്കര അത് ഷാരിക KB നെവിൻ വിശേഷിപ്പിച്ചത് ലേഡി ബിഗ് ബോസ് എന്നൊക്കെയാണ്. ഒന്നുമില്ല, ചുമ്മാ ഒരു മസിൽ പിടുത്തും ആ ഒരു ഡയലോഗൊക്കെയാണ്. എനിക്കിവിടെ എന്തൊക്കെയുണ്ട്, ഈ കഴിഞ്ഞ ആഴ്ചയിലെ നോമിനേഷനിൽ ഉണ്ടായിരുന്നു, എവിക്ഷൻ നോമിനേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ എന്താണെന്ന് എനിക്ക് പ്രേക്ഷകരെ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. കുറച്ച് നാളൊക്കെ പോകുമെന്ന് തോന്നുന്നു. ടോപ്പ് 5 എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ടോപ്പ് 5 എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്ന കണ്ടസ്റ്റൻസ്, ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത് അനീഷ് വരും എന്ന് വിശ്വസിക്കുന്നു, ഷാനവാസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു, മോസ്റ്റ്ലി ആദില നൂറ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ശരത്തിനൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, ഒനിയിലും പ്രതീക്ഷയില്ല. പിന്നെ ഇതിനകത്തുള്ളത് അഭിലാഷിന്റെ ഗെയിം വൈസ് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അവിടുത്തെ ഒരു ഓക്കെ, പുള്ളി കുറച്ച് കൂളായിട്ട് വരുന്നുണ്ട്, കൂളായിട്ട് വരുന്നുണ്ട്. നോക്കാം. മേ ബി ജിസേൽ എത്തി എന്ന് തോന്നുന്നു. ജിസേൽ വരാം. കുറച്ചധികം അങ്ങനെയുള്ള പേരായിരുന്നു. റെന ഫാത്തിമ ഔട്ടാവും, കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഔട്ടാവും. ഡോക്ടർ ബിന്നി ഓർ RJ ബിൻസി, ഇവർ ഇവരുടെ പേര് എനിക്ക് പലപ്പോഴും തെറ്റിപ്പോകും. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കൂടുതൽ നെവിൻ നമുക്ക് ആരെയും അങ്ങനെ വിട്ടു പറയാനില്ല. എന്തായാലും
നമുക്ക് നോക്കാം. എന്തായാലും രേണുസുധിയൊന്നും എത്തത്തില്ല. എനിക്ക് രേണുസുധിനോട് പേഴ്സണലി ഒരു ഇതുമില്ല. അവരുടെ ഈ വീഡിയോസ് കാണുമ്പോഴും ഒക്കെ കാര്യങ്ങൾ ഞാൻ ഇവരുടെ വീഡിയോസിലൊന്നും ഒരു കമന്റ്സും കാര്യങ്ങളും ഇടാൻ പോകുന്നില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അവർ പറയുന്ന മറുപടികൾ കറക്റ്റ് ആണ്. പിന്നെ ചിലത് ഓവറാണെന്ന് തോന്നുന്നു. ബിഗ് ബോസ് വന്നതിന് ശേഷം അവരെ കൊണ്ട് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ വെറും റീച്ചിന് വേണ്ടി മാത്രമാണ് അവർ ഇട്ടേക്കുന്നത്. അവർക്ക് പുറത്തുണ്ടാകുന്ന സോഷ്യൽ ഹൈപ്പും സപ്പോർട്ടും ചിലപ്പോൾ ഇതോടുകൂടി നഷ്ടപ്പെടാനും വരെ ചാൻസ് ഉണ്ട്. കൂടാൻ വേണ്ടി ഫെയിമിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും ബിഗ് ബോസ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പോലും അത് നഷ്ടപ്പെടുന്നു. ബിഗ് ബോസ് വഴി നഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കഴിഞ്ഞ സീസണുകളിൽ നമുക്ക് നോക്കി അറിയാം. പേര് എടുത്ത് പറയാനായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് എവിടെയാണെന്ന് പോലും ആർക്കും ഒരു പിടിയില്ല. അതിനു മുന്നേ വളരെ ആക്റ്റീവായിട്ട് ഇരുന്ന ആൾക്കാർ ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയാറില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അടുത്ത നമുക്ക് സൺഡേ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ലൈവ് ഉണ്ടാകും. അതാ നേരത്തെ ഓക്കെ പ്രീ എപ്പിസോഡ് നേരത്തെ ഇതിനെ കുറിച്ചാണ്. ഈ വീക്ക് ഔട്ടായത് മുൻഷി രഞ്ജിത്ത് അതേ ഔട്ടായിട്ടുണ്ട്. മുൻഷിയൊക്കെ എപ്പോഴും വീട്ടിലെത്തി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് മെസ്സേജിലോട്ടൊക്കെ വരുമ്പോൾ ഒരു റോബോട്ട് പട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ കഴിഞ്ഞ എപ്പിസോഡ്? അതെ അതെ, റോബോട്ട് ഡോഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വന്നിട്ടില്ല, ഇനി വരുമായിരിക്കും. അക്ബറിനെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി. അക്ബറും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, നല്ല പവർഫുൾ ആയിട്ട് കളിക്കുന്നുണ്ട്. മുകളിലോട്ട് വരാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവുകയാണ്. എല്ലാവർക്കും എപ്പിസോഡ്സ് എല്ലാം കണ്ട് മതിയായി. അല്ലെങ്കിലും രാത്രി അവിടെ കാണാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഡേ ടൈമിലാണ് അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉള്ളത്. കുറച്ച് ലൈവ് കണ്ടന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മറ്റു വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, ബൈ ബൈ.